ഇപ്പോൾ ഈ കോൺക്ലേവിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം KPCC എന്ന് പറയുന്ന സംവിധാനം കാര്യക്ഷമമല്ല, KPCC പ്രസിഡന്റ് കാര്യക്ഷമമല്ല. അപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന AI നിർമ്മിത ബുദ്ധിയിലൂടെയാണ് ഇനി കേരളത്തിലെ KPCC പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിലൊക്കെ ഇരിക്കുന്ന സംവിധാനങ്ങൾ പ്രവർത്തിക്കുക. അങ്ങനെയാണോ കരുതേണ്ടത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗവും പ്രയോജനവും ലോകം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഒരുപക്ഷെ VD സതീശൻ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. അതിൻ്റെ വഴിയെ പോട്ടെ. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ പറയുന്ന KPCC പ്രസിഡന്റ് K സുധാകരനെ പിന്നെ കൗണ്ടിങ്ങിന് മുമ്പ് ഒരു കാരണവശാലും അത് കഴിഞ്ഞിട്ടും തൽക്കാലത്തേക്ക് അദ്ദേഹത്തിനെ മാറ്റി നിർത്തണമെന്ന് ഇതേ ആൾക്കാർ തന്നെ നിവേദനം കൊടുത്തു രഹസ്യമായിട്ട് AICC അത് മാധ്യമങ്ങൾ 24/7 റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നെ എന്തുകൊണ്ടാണ് റീഇൻസ്റ്റേറ്റ് ചെയ്തത്? അങ്ങനെയാണെന്നുകൊണ്ട് എന്തുകൊണ്ട് ഈ ദുർബലനായ KPCC പ്രസിഡന്റ് ഇവർ മാറ്റുന്നില്ല? AICC അതിന് തയ്യാറാകുന്നില്ല. നേരത്തെ ആനന്ദ് ഉച്ചയോട് പറഞ്ഞൊരു നിരീക്ഷണം വളരെ കൃത്യമല്ലേ? 4 പേരാണ് ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട്. മുരളീധരനെ ആരാണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു ജീവത്യാഗം അല്ല അദ്ദേഹത്തിനെ കൊലയ്ക്ക് കൊടുക്കാൻ ശ്രമിച്ചത് ആരാ? 86,000 വോട്ട് 2019 വോട്ട് എങ്ങോട്ട് പോയി? അതെ, പോയത് എങ്ങോട്ടാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവിടെ TN പ്രതാപനെതിരെ അവിടെ തമ്മിലടി നടന്നു 3 മണിക്കൂർ ലൈവായിട്ട് എല്ലാ മാധ്യമങ്ങളും ലൈവ് കാണിച്ചു. DCCയിൽ അന്ന് അവിടെ ഉന്നയിച്ച 3 പേരാരാ? ഒന്ന് DCC പ്രസിഡന്റ്, അയാളെ പുറത്താക്കി. ഒന്നാം സ്ഥാനത്ത് TN പ്രതാപൻ MLA ഒരുപാട് പോസ്റ്റേഴ്സ് ഇറക്കി കഴിഞ്ഞു. 3-ാം സ്ഥാനത്ത് അവിടെ ബഹളം വെച്ചവർ പറഞ്ഞ ഒരു വിഭാഗം ആരോപിച്ചത് VD സതീശനെതിരെയാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവിന് ശേഷം ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാരെ ഒതുക്കിയിട്ടുണ്ട്. ആ ഒതുക്കാനായിട്ട് നിർബന്ധരായി ആ മൂലക്കിരിക്കപ്പെട്ട നേതാക്കന്മാരൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. അത് വേണുവിന് വളരെ വ്യക്തമായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്കറിയാം. KC വേണുഗോപാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരൊറ്റ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നുള്ളൂ. അത് സിമ്മി റോസ്ബെൽ എന്ന് പറയും. അവർ ഒരു കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ പോലും പ്രവർത്തിച്ചിട്ടുള്ള. ഇന്ന് അവരെവിടെയാ? ഇന്ന് അവരെ കുറിച്ച് വാക്ക് കേൾക്കാൻ പറ്റത്തില്ല. എറണാകുളത്ത് നിങ്ങളൊന്ന് ഒരു സർവേ എടുത്ത് നോക്കൂ. നല്ല ജനകീയ അടിത്തറയുള്ള ഒരു നേതാവാണ്. അവരെ മൂലക്കരുത്തി അവർ പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിനും അതൃപ്തിയുണ്ട്. അങ്ങനെ എത്രയോ പേര്. ഇനി വേറൊരു കാര്യം പറയാം. VD സതീശൻ ഈ കോൺക്ലേവ് കയ്യിലെടുത്ത് നാളെ മുതൽ വരുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണ് ഒരു മാപ്പപേക്ഷയുടെ ഫലത്തിൽ? അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. മുരളീധരൻ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സാക്ഷാൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഒരുപറ്റം നേതാക്കന്മാരും സാക്ഷാൽ KC വേണുഗോപാലും ഈ VD സതീശനെതിരായിരിക്കുന്നു. ഒരു തർക്കവും ഇല്ല. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട ശ്രീകുമാർ സാറ് അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയില്ല. ഞങ്ങളെല്ലാം കൃത്യമായ മറുപടി പറഞ്ഞു. സാറൊന്ന് മനസ്സിലാക്കണം, സാറ് പിന്തുണച്ചോളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. 2019 ഈ അടുത്ത 25-ലും 26-ലും ആവർത്തിക്കുന്നുള്ള ഈ VD സതീശന് വ്യാമോഹമാണ് ആ പാർട്ടിയിലെ ഉന്നതരായ പല നേതാക്കന്മാരെ മൂലക്കിരുത്തി എന്നുള്ളവരും. ഞാൻ നേരത്തെ ഉമ്മൻചാണ്ടി സാറിനെ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാ അദ്ദേഹം പറഞ്ഞ. ഇനി ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ വളരെ മോശമായ 2 കാര്യങ്ങൾ പറയാം. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഫൗണ്ടേഷന്റെ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നടത്തി. ആ പരിപാടിയിൽ സാക്ഷാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്ഷണിച്ചു. അദ്ദേഹം പ്രസംഗിച്ചു. ആ തന്റെ സ്വാഗത പ്രസംഗത്തിൽ ചാണ്ടി ഉമ്മൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എൻ്റെ അപ്പനൊരു വിഷയം, എൻ്റെ പിതാവിനൊരു വിഷയം രോഗം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കൈത്താങ്ങാൻ നിൽക്കുന്ന കുടുംബത്തോടൊപ്പം നിന്നത് സാക്ഷാൽ പിണറായി വിജയൻ സാറാണെന്ന് പറഞ്ഞു. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു മുഖ്യമന്ത്രിയുടെ നിലയ്ക്കുള്ള ഒരു മനുഷ്യനുള്ള നിലയ്ക്ക് നല്ല സംസാരിച്ചു. ചാണ്ടി ഉമ്മനെ അന്ന് മുതൽ ആക്രമിക്കുക. ചാണ്ടി ഉമ്മൻ അന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറിന്റെ 1ാമത്തെ വാർഷികത്തിൽ കേരളം കണ്ണീരോടെ കേട്ടൊരു വാർത്ത ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ പിന്നെ ദേശീയ ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിന് എടുത്തു കളഞ്ഞ അന്ന് ആ പർട്ടിക്കുലർ ഡേയിൽ അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അവിടെ നടത്താനിരുന്ന കിഡ്നി രോഗികളുടെ സംഗമം നിർത്തിവെക്കാൻ പറഞ്ഞ് അദ്ദേഹം നിർത്തിവെച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം വേണു കേട്ടല്ലോ, എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തല്ലേ. ആ ചാണ്ടി ഉമ്മന്റെ കരഞ്ഞുകൊണ്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ അമ്മ സാക്ഷാൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതല്ലേ. അതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? അതുപോലെ ശബരിനാഥിന്റെ ഭാര്യയെയും ശബരിനാഥിനെയും പിന്നെ നമ്മുടെ വിഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ വേട്ടയാടിയത് ആരാണ്? ജി കാർത്തികൻ. ആരാണ് അദ്ദേഹത്തിന്റെ മകനായ ശബരിനാഥ്? ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കോലാഹലം ഉണ്ടാക്കിയത്? അതിന്റെ എല്ലാം പിന്നിൽ ആരാണ്? കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവാ. ആ നേതാവ് തന്നെയാണ് ഈ പറയുന്ന കേരളത്തിലെ സമുന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെ വ്യക്തിഗതിക്ക് പാത്രമാക്കിക്കൊണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ തന്റെ അനുയായികളെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ വേണു ശ്രദ്ധിച്ചു കാണുമല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിൽ അത്യാവശ്യം ആളുകൾ കാണുന്ന എന്ന് വിശ്വസിക്കുന്ന പിന്നെ ഒരു 6-7 ഓൺലൈൻ വീഡിയോ ചാനലിലൂടെ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ല, അദ്ദേഹം കേരളത്തിലേക്ക് വരത്തില്ല, VD സതീശനായിരിക്കും എന്ന് പറഞ്ഞു തെറ്റിദ്ധാരണ വരുത്തിയതിന്റെ പിന്നിലാരാ? അതൊക്കെ പെയ്ഡ് ചാനലുകളല്ലേ.
അതൊക്കെ പിന്നിലാരാ? അതൊക്കെ ശരി. മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് രമേശ് ചെന്നിത്തലയും കെ മുരളീധരനെ പോലുള്ള നേതാക്കന്മാര്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇദ്ദേഹത്തിന്റെ കോൺക്ലേവ് ഒരു കാരണവശാലും വിജയിക്കത്തില്ല. ഇവരുടെ ഈ തമ്മിലടി 2025 നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് വീണ്ടും ഇടതുപക്ഷത്തിന് വൻ വിജയത്തിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. ശരി. അത് ഇദ്ദേഹത്തിന്റെ ഈ നാടകങ്ങളൊന്നും കേരളത്തിൽ നടക്കത്തില്ല. ശരി 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 റജി ലൂക്കോസ്.